യെസ്, പോക്കൻസിലേക്ക് ഞാൻ വന്നിരിക്കുന്നത് ഒരു ട്രാവൽ ബ്ലോഗായിട്ടാണ്. ഞങ്ങളിതൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് പാലക്കാട്ടെ ഒരു ഫേമസ് ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ടുള്ള മീൻവല്ലം വാട്ടർഫോൾസിലേക്കാണ്. നമ്മുടെ മണ്ണാർക്കാട് കോഴിക്കോട് ദേശീയപാതയിൽ കല്ലടിക്കോട് പറയുന്ന സ്ഥലത്താണ് ഈ വാട്ടർഫോൾസ് ഉള്ളത്. പാലക്കാട് നിന്ന് ഒരു 30 കിലോമീറ്ററൊക്കെ ഡിസ്റ്റൻസ് ആണുള്ളത്. നിങ്ങൾക്ക് ഗൂഗിൾ മാപ്പിൽ ആ ലൊക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഈസി ആയിട്ട് തന്നെ ഇവിടെ എത്തിച്ചേരാൻ പറ്റും. ഓരോ റൂട്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് വരാം. മലപ്പുറത്ത് നിന്ന് വരികയാണെങ്കിലും ഈ പറഞ്ഞ പോലെ മണ്ണാർക്കാട് പാലക്കാട് ദേശീയപാതയിലോട്ട് കയറി കഴിഞ്ഞാൽ കല്ലടിക്കോട് അവിടെയാണ് ഈ സ്ഥലം ഉള്ളത്. അപ്പോൾ ഞങ്ങൾ സെലക്ട് ചെയ്തതൊരു കനാൽ റോഡാണ്. കനാൽ റോഡിലൂടെയുള്ള യാത്ര വളരെ മനോഹരമാണ്. നിറയെ മരങ്ങളും ഒക്കെ ആയിട്ട്. കാഞ്ഞിരമ്പുഴ ഡാമിൽ നിന്നുള്ള വെള്ളം വന്നിട്ട് കനാലൊക്കെ നിറഞ്ഞു നിൽക്കുകയാണ്. ഇപ്പോൾ വേനൽക്കാലമാണല്ലോ, അപ്പോൾ വിളകൾക്കൊക്കെ സൗകര്യമായിട്ടും ആൾക്കാർക്ക് ഉപകാരപ്രദമൊക്കെ ആയിട്ട് കനാലൊക്കെ നിറഞ്ഞു നിൽക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. പിന്നെ ആ കല്ലടിക്കോടൻ മല നമുക്കിങ്ങനെ പോകുന്ന വഴിയിൽ നല്ല ഭംഗിയായിട്ട് കാണാം. ഞങ്ങൾ വണ്ടി നിർത്തിയിട്ട് എടുത്തതാണ് ആ മലയുടെ ഭംഗി. നേരിട്ട് കാണാൻ ഇതിലേറെ ഒരു രസമാണ്. നമുക്ക് പോകുന്ന വഴിക്കൊക്കെ അതിങ്ങനെ കാണാനായിട്ട് സാധിക്കും. മലയും ചെടികളും കനാലും വെള്ളവും ഒക്കെ നിറഞ്ഞ് നല്ല ഭംഗിയുള്ളൊരു വഴിയാണ് ഞങ്ങൾ പോകാൻ വേണ്ടി തിരഞ്ഞെടുത്തത്. അപ്പോൾ പോകുന്ന വഴി തന്നെ വളരെ രസമാണ് കാണാൻ. ടൂ വീലറിലായിരുന്നുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു വഴി സെലക്ട് ചെയ്തത്. നമ്മുടെ തനി നാട്ടു വഴിയാണിത്. വെള്ളമൊക്കെ വന്ന് ഒഴുക്കൊക്കെ ഉണ്ട്. വേനൽക്കാലമായതുകൊണ്ട് ഒഴുക്ക് കുറച്ച് കുറവാണ്. മഴക്കാലത്താണെങ്കിൽ ഒന്നും കൂടെ നല്ല ഭംഗി ഉണ്ടാവുമായിരുന്നു. അപ്പോൾ നിങ്ങൾ ഫോർ വീലറാണെങ്കിൽ ഈ ഒരു വഴി ചൂസ് ചെയ്യരുത്. ടൂ വീലറാണെങ്കിൽ ഇതുപോലത്തെ വഴി വേണം നമ്മൾ സെലക്ട് ചെയ്യാൻ. നല്ല രസമാണ്. ആ ഒരു ട്രാവലിംഗ് ഫീലും കൂടെ കിട്ടും. നല്ല രസമാണ്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇത് നമ്മൾ ടിക്കറ്റ് കൗണ്ടറിൻ്റെ അവിടെ എത്തി. 25 രൂപയാണ് മുതിർന്നവർക്കുള്ള ടിക്കറ്റ്. ഇവിടെ നിന്ന് 1 കിലോമീറ്റർ ഉണ്ട് മീൻവല്ലം വാട്ടർഫോൾസിലേക്ക്. പോകുന്ന വഴിക്ക് തന്നെ ഒരുപാട് വ്യൂ പോയിന്റ്സ് ഉണ്ട്. നമുക്ക് ഇത് അങ്ങനത്തെ ഒരു വ്യൂ പോയിന്റ് ആണ്. ഈ ബ്രിഡ്ജ് അപ്പുറത്ത് വീടുകളൊക്കെ ഉണ്ട്, അങ്ങോട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ താഴെ കൂടെ ആ മലയുടെ മുകളിൽ നിന്ന് ഒഴുകി വരുന്ന ആ തണുത്ത വെള്ളത്തിൽ ഒന്ന് മുഖവും കാലൊക്കെ കഴുകി ഒന്ന് ഫ്രഷ് ആയതിന് ശേഷം നമുക്ക് കണ്ടിന്യൂ ചെയ്യാം യാത്ര. ഇത് വലിയ ആഴമൊന്നുള്ള സ്ഥലമല്ല, അതുകൊണ്ട് തന്നെ വലിയ പ്രശ്നമൊന്നുമില്ല. ഇറങ്ങാനായിട്ടൊന്നും പ്രോബ്ലം ഇല്ല. നല്ല തണുത്ത വെള്ളമാണ്. അപ്പോൾ ഒന്ന് ഇറങ്ങി ഫ്രഷ് ആവുകയൊക്കെ ചെയ്യാം. അങ്ങനെയുള്ള പോകുന്ന വഴിക്കുള്ള വ്യൂ പോയിന്റാണിത്. എന്തായാലും വണ്ടി നിർത്തിയിട്ട് ഇവിടെ കൂടെ ഒന്ന് ഇറങ്ങിയതിന് ശേഷം ആ കാഴ്ചകൾ കൂടെ ഒന്ന് കണ്ടതിന് ശേഷം നിങ്ങൾക്ക് യാത്ര തുടരാം. അപ്പോൾ ദേ നമ്മൾ മീൻവല്ലം ജലവൈദ്യുത പദ്ധതി എത്തിക്കഴിഞ്ഞു. ഇതാണ് എൻട്രൻസ്. ഈ വഴിയിലൂടെ നമുക്ക് അങ്ങനെ മുകളിലോട്ട് കയറി പോവാം. ഫസ്റ്റ് ഇതെങ്ങനെ ഒരു വെള്ളം ഒഴുകി വരുന്ന നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ് നമ്മൾ കാണുക. ഫോട്ടോഗ്രാഫി ഇഷ്ടമുള്ളവർക്കൊക്കെ നല്ല ഫോട്ടോസ് എടുക്കാനും അങ്ങനെ കുട്ടികൾക്ക് വെള്ളത്തിൽ കളിക്കാനും ഒക്കെ നല്ല സൗകര്യമായിട്ടുള്ള ഒരു സ്ഥലമാണ്. ഈ ലെഫ്റ്റ് സൈഡിലൂടെയുള്ള വഴിയിലൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇനി ഒരു വാട്ടർഫോളും കൂടെ ഉണ്ട്. അത് കാണാൻ പറ്റും. മെയിനായിട്ടുള്ള പ്രധാനമായിട്ടുള്ളതൊന്ന് ഇതാണ്. ആ ലെഫ്റ്റ് സൈഡിലൂടെയുള്ള വഴിയിലൂടെ വന്നിട്ടുള്ള മേലിൽ നിന്നുള്ള ഒരു വ്യൂ ആണിത്. അപ്പോൾ ഇത് വെള്ളം ഒഴുകി വരുന്ന ആ വാട്ടർഫോള് ബാരിക്കേഡിൽ വെച്ച് മറച്ചിട്ടുണ്ട്. അപകട സാധ്യത ഉള്ളതുകൊണ്ട് മുമ്പൊക്കെ നമുക്ക് അതുവരെ ഇറങ്ങി പോകാമായിരുന്നു. ഇപ്പോൾ പറ്റുന്നില്ല. ഇത് വേനൽക്കാലം ആയതുകൊണ്ടാണ് വെള്ളത്തിൻ്റെ ഒരു ഒഴുക്ക് കുറവ്. ശരിക്കും പറഞ്ഞാൽ വാട്ടർഫോൾസൊക്കെ കാണാൻ മഴക്കാലത്ത് വരണം. അപ്പോഴാണ് ആ കുത്തി ഒഴുകുന്നത് കറക്റ്റായി കാണുള്ളൂ. പക്ഷേ ഈ ഒരു ടൈമിൽ നമുക്ക് ഈ ഒരു വെള്ളവും ആ ഒരു കുളിർമയൊക്കെ അറിയാൻ പറ്റും. ഇവിടെ നമുക്ക് ഇറങ്ങാൻ പറ്റിയ ഒരു സ്പോട്ടാണ്. ശരിക്കും ആ ലൈറ്റ് അടിച്ചതിൻ്റെ ഇതാണ്. വെള്ളം ശരിക്കും നല്ല തെളിഞ്ഞ നല്ല തണുത്ത വെള്ളമാണ്. ഒരു 5 മണി കഴിയുമ്പോൾ ഒരു ടൈറ്റിൽ തുറന്നിട്ടാണ് വെള്ളത്തിൻ്റെ ഒഴുക്ക് കുറച്ചും കൂടെ കൂടും. 5 മണിക്ക് ശേഷം നമ്മളെ ഇറങ്ങാൻ സമ്മതിക്കില്ല. അപ്പോൾ വെള്ളത്തിൽ ഇറങ്ങണം എന്നുള്ളവർ കുറച്ച് നേരത്തെ വരണം. ഒരു 2-3 മണി ആ ടൈമിൽ തന്നെ ഇവിടേക്ക് എത്താൻ ശ്രദ്ധിക്കണം. 5 മണി കഴിഞ്ഞാൽ പിന്നെ നമ്മളെ അങ്ങോട്ട് ഇറങ്ങാൻ സമ്മതിക്കില്ല. നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ള മറ്റൊരു കാഴ്ചയാണ് ഇത്. കവുങ്ങ് കൊണ്ടുള്ള ഒരു പാലം കെട്ടിയുണ്ടാക്കിയേക്കാണ് ആ ഒഴുക്കിന് മേലെയായിട്ട്. അപ്പുറത്തെ സൈഡിൽ കൂടെ നമുക്ക് നടന്നു വരാം നോർമലായിട്ട്.
ഇപ്പോഴത്തെ കൂടെ കുറച്ചും കൂടെ അഡ്വഞ്ചറസ് ആയിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞ പോലെ ഫോട്ടോഗ്രാഫിയിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്കൊക്കെ നല്ല രസത്തിൽ നടക്കാൻ പറ്റിയതാണ്. ഇങ്ങനെ കൈവരിയൊക്കെ പിടിക്കാനുണ്ട്, മീൻസ് എന്തൊരു ഇരുമ്പുകൊണ്ടുള്ളൊരു വയറ് കെട്ടിയിട്ടുണ്ട്, അതിൽ പിടിച്ച് നമുക്ക് നല്ല രസത്തിൽ നടക്കാം. മോള് ഇങ്ങനെ ഓടുന്നുണ്ട്, റോഡൊക്കെ കോൺക്രീറ്റ് ചെയ്തുകൊണ്ട് ഓടാനായിട്ട് നല്ല രസമാണ് പിള്ളേർക്ക്. ഓടുന്നത് മറ്റൊന്നുമല്ല, കയറി വരുമ്പോൾ തന്നെ ഒരു പാർക്ക് കണ്ടിരുന്നു ഇതിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ. അപ്പോൾ ഇവിടുന്ന് ഇറങ്ങുക പറഞ്ഞത് പാർക്ക് പോകാന്നുള്ള ഒരു ഇൻട്രസ്റ്റ് കൊണ്ട് വേഗം പോവുകയാണ്. കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ നല്ല മനോഹരമായിട്ടുള്ളൊരു പാർക്ക് ഉണ്ട് ഇതിൻ്റെ ഫ്രണ്ടിൽ. ഇനി അവിടെ നിന്ന് നോക്കാം. ആ എൻട്രൻസിൻ്റെ തൊട്ടടുത്തുള്ളതാണ് ഈ പാർക്ക്. ഇതിലേക്ക് എൻട്രി ചെയ്യാൻ എക്സ്ട്രാ ഫീസൊന്നും വേണ്ട. നമ്മൾ ഫസ്റ്റ് കൊടുത്ത 25 രൂപേൻ്റെ മതി. നിങ്ങളിത് ഓൾറെഡി സെറ്റായി ഇവിടെ വന്നതും നിറയെ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ എല്ലാ എക്യുപ്മെൻറ്റ്സും ഇവിടെ ഉണ്ട്. ഇങ്ങനെ ഊഞ്ഞാലാടാനും കറങ്ങാനും പറ്റിയ അങ്ങനെയുള്ള എല്ലാ ടൈപ്പ് ഐറ്റംസും ഉണ്ട്. ഈ സ്വിമ്മിംഗ് പൂളിൽ നമുക്ക് എയർ ബോട്ടൊക്കെ ഉണ്ട്, ചെറിയ കുട്ടികൾക്ക് കളിക്കുക. അതല്ലാതെ വലിയ ആൾക്കാർക്കും ഇറങ്ങാം. ഞങ്ങൾ എക്സ്ട്രാ ഈ ഒരു ഇത് കുറച്ചായിട്ടേ ഉള്ളൂ തോന്നുന്നു. ഞങ്ങൾ ഒരു 5 years ബാക്കാണ് വന്നത് മുമ്പ്. അപ്പോൾ ഇങ്ങനെയൊരു സംഭവം അറിയാത്തതുകൊണ്ട് ഞങ്ങൾ എക്സ്ട്രാ ഡ്രസ്സൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞങ്ങളൊന്നും വെള്ളത്തിലേക്ക് ഇറങ്ങിയില്ല. പക്ഷെ നല്ല രസമുണ്ട് മൊത്തത്തിൽ. ഇതങ്ങനെ ഈ മേലെ കൂടെ ഇങ്ങനെ ഉരസി വന്ന ആ വെള്ളത്തിലേക്കൊക്കെ ഇങ്ങനെ ചാടാം. നല്ല രസമുണ്ട്. എല്ലാ ടൈപ്പ് കളിക്കാനുള്ള ഐറ്റംസും ഉണ്ട്. മോളൊന്നും വിടാതെ എല്ലാത്തിലും കയറിയിട്ടുണ്ട്, നന്നായി എൻജോയ് ചെയ്തിട്ടുണ്ട്. കുട്ടികളൊക്കെ നന്നായി എൻജോയ് ചെയ്യും. ചിക്കു ഗാർഡ്സും സെക്യൂരിറ്റീസൊക്കെ ഫുൾ ടൈം ആക്റ്റീവാണ് ഇവിടെ, അതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല. പിന്നെ ആ കാണുന്ന ആ ഒരു ബിൽഡിങ്ങിൽ നമുക്ക് ഐസ്ക്രീമോ ഓംലെറ്റ് അങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇത്രയും കഴിഞ്ഞ് ഇവിടുന്ന് ഞങ്ങൾ തിരിച്ച് യാത്രയായി. വൈകുന്നേരം ആയതുകൊണ്ട് ആ കനാലിൻ്റെ കൂടെയുള്ള യാത്ര വളരെ മനോഹരമായിരുന്നു. കാറ്റും സൂര്യനൊക്കെ അസ്തമിക്കാൻ പോകുന്നതിൻ്റെ ആ ഒരു പ്രത്യേക ഒരു അന്തരീക്ഷം കേട്ട് വളരെ മനോഹരമായിരുന്നു. അപ്പോൾ ഇതേ നമ്മളിങ്ങനെ ടൗണിലേക്ക് എത്താറായി. അപ്പോൾ നല്ലൊരു സായാഹ്നമായിരുന്നു ഇന്നത്തേത്. യാത്രകൾ ഇഷ്ടപ്പെടുന്ന ഇങ്ങനെ ഫാമിലി ആയിട്ട് ഒന്നിച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ കിട്ടുന്ന ഒരവസരം ആരും മിസ് ചെയ്യരുത്. എല്ലാവരും വരണം, നന്നായി എൻജോയ് ചെയ്യണം. താങ്ക് യു.